വ്യാപാര ബന്ധത്തെപ്പറ്റിയും അല്ലെങ്കിൽ അത് നമ്മുടെ ക്രൂഡ് ഓയിൽ വിലയെ ഒക്കെ എങ്ങനെ ബാധിക്കുമെന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. വളം, ഗ്യാസ്, ഇന്ധനമടക്കം പലതും നമുക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട ഹോർമൂസ് കടലിടുക്കിലൊക്കെ ഈ ആക്രമണം ഇങ്ങനെ പോയാൽ, അതിനെ ഒരു കടൽ മാർഗം ഉള്ളൊരു ആക്രമണത്തിലേക്കൊക്കെ പോയാൽ വലിയ പ്രശ്നമാണ്. ഇറാൻ അത്ര ശക്തമായ ഒരു നാവികസേനയുള്ള രാഷ്ട്രം കൂടിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ സൂചനയാണ് ഈ ഒരു ആക്രമണം എന്ന് പറയുമ്പോൾ തന്നെ അതുണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷൻ, ടെൻഷൻ, ഈ ആശയക്കുഴപ്പം യാത്രക്കാർക്കടക്കം പ്രവാസികളെയും ഇന്ത്യക്കാരെയും മലയാളികളെയും എങ്ങനെ ബാധിക്കുന്നതിൻ്റെ നേർചിത്രമാണ് ഈ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങളും പ്രതികരണങ്ങളും. ഗൂഗിൾ ഇപ്പൊ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അതിന് ഒരു കാരണമായിട്ട് പറയാവുന്നത് ഖത്തർ പോലും പ്രതീക്ഷിതല്ല ഈ രീതിയിലുള്ള ആക്രമണം എന്ന് മാത്രമല്ല, ഖത്തർ എയർവേസിന്റെ ആസ്ഥാനം ഈ ആക്രമണം നടന്ന അൽ ഉദൈദ് അമേരിക്കയുടെ വ്യോമത്താവളത്തിന് തൊട്ടടുത്താണ്. അവരുടെ ഈ ഖത്തർ എയർവേസ് ലോകം മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്ന അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് അവിടെ. അപ്പോൾ അങ്ങനെ ഒരു വലിയ മിസൈൽ സ്ട്രൈക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. എല്ലാ വിമാനങ്ങളും ഗ്രൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രൗണ്ട് ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ദോഹയിൽ നിന്ന് വിമാനങ്ങൾ എടുക്കുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് വിമാനം വന്നിട്ട് വേണം ഒരു പക്ഷേ ഇവിടെ നിന്നുള്ള ആൾക്കാർക്ക് പോകാൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ എയർവേസുകാർ യാത്രക്കാർക്ക് ഒരു അറിയിപ്പ് കൊടുക്കേണ്ടതുണ്ട്. അത് ഖത്തർ എയർവേസ് ആണ് പ്രധാനമായിട്ടുള്ളത്. കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UAE-യുടെ യുണൈറ്റഡ് എമിറേറ്റ്സ് അല്ലെങ്കിൽ എമിറേറ്റ് എയർവേസ് ഉണ്ട്. അതുപോലെ ഒരുപാട് രാജ്യങ്ങളുടെ, സൗദിയുടെ, മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഒക്കെ എയർവേസുകൾ നിർത്തിയിട്ടിരിക്കുകയാണ്. കാരണം എവിടേക്കാണ് ഇനി അടി വരുന്നത് എന്നറിയില്ല. മൊത്തം ഒരു കൺഫ്യൂഷനും പരിഭ്രാന്തിയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്രയും വേഗം ഇത് അറിയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പിന്നെ ഇന്ത്യക്കാർക്ക് ഇന്ത്യയുടെ എംബസികൾ തന്നെ ഇത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഷെൽട്ടറുകളിൽ കഴിയുക, മുന്നോട്ട് തെരുവിൽ യാത്ര ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. സുരക്ഷിത കേന്ദ്രങ്ങളിൽ തുടരണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്ത് തരത്തിലാണ് ഇത് എമർജ് ചെയ്ത് വരാൻ പോകുന്നത് എന്നറിയില്ല. നേരത്തെ അമേരിക്കയിൽ നിന്ന് പറഞ്ഞതുപോലെ അമേരിക്കയുടെ പ്രതികരണം എന്താണെന്ന് ഇനി അറിയേണ്ടിയിരിക്കുന്ന. അവിടെ വാർ റൂമിൽ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ രാത്രിയാണെങ്കിലും അമേരിക്കയിൽ പകലാണ്. അപ്പോൾ അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഈ അമേരിക്കയുടെ താവളങ്ങളെ ആക്രമിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനമുണ്ടാവും. അതായിരിക്കും ഇതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് നമ്മൾ അറിയാനുള്ളത്. ഇവിടെ ഒരു കാര്യത്തിൽ വളരെ വ്യക്തതയുള്ളൊരു ഇതുള്ളത്, ജനങ്ങളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഈ യുദ്ധം മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയില്ല. അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തിയാലും അത് വരുന്നത് സൈനിക കേന്ദ്രങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയൊക്കെ ലക്ഷ്യം വെച്ചായിരിക്കും. അല്ലാതെ അവിടുത്തെ ജനങ്ങളെ ആക്രമിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ 450 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക്. പക്ഷേ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ കണക്ക് വരുന്നത് 1000-ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ്. അപ്പോൾ അവിടെ ജനങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട്. ബങ്കറുകളിൽ ഒളിക്കാൻ കഴിയുന്ന അത്ര സംവിധാനങ്ങൾ ഇസ്രായേലിൽ ഉള്ളതുപോലുള്ള സംവിധാനങ്ങൾ ഇറാനിലില്ല. ഇറാനിലെ 8,80,00,000 ജനങ്ങളുണ്ട്. ഇപ്പുറത്താണെങ്കിൽ ഇസ്രായേലിൽ 94 ലക്ഷം ജനങ്ങളേ ഉള്ളൂ. ഗൂഗിൾ തീർച്ചയായും ഏതായാലും ഈ സംഘർഷം അത് ഇറാൻ്റേതൊരു മുന്നറിയിപ്പ് ആക്രമണമാണെങ്കിൽ അത് അവിടെ കൊണ്ട് അവസാനിക്കട്ടെ. കൂടുതൽ ആക്രമണങ്ങളിലേക്കും സംഘർഷത്തിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും അനിശ്ചിതത്വത്തിലേക്കും ആശയക്കുഴപ്പത്തിലേക്കും പോകാതിരിക്കട്ടെ. ഏതായാലും പ്രവാസികളടക്കമുള്ള മലയാളികളടക്കമുള്ളവർക്ക് ചെറിയ ആശയക്കുഴപ്പവും ആശങ്കയുമുണ്ട്. ഏതായാലും ഖത്തറിലുള്ളവരൊന്നും പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങളിലുള്ള മലയാളികളടക്കം ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ആ രാഷ്ട്രങ്ങൾ അറിയിക്കുന്നത്. ഏതായാലും തുടർ ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ അവസാനിപ്പിക്കും.